ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനൊക്കെ മാറിപ്പോവും. ഇൻഷാ അല്ലാഹ് നല്ലൊരു ദിവസങ്ങൾ നമുക്കിനി തീർച്ചയായിട്ടും വന്നെത്തും. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാകും. അപ്പോൾ നമുക്കിന്ന് വനില കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട, വനില എസൻസ് ആണ് എടുത്തിരിക്കുന്നത്, സോഡ പൗഡറും എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സ്ട്രോബെറിയുടെ ഒരു ഫില്ലിംഗ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയുടെ ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫില്ലിംഗ് എടുക്കാം. ഇല്ല, നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട റൂം ടെമ്പറേച്ചറിൽ വേണം മുട്ട എപ്പോഴും. ഉപ്പ് എടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള മോൾഡ് ഉണ്ട്. ടിന്നിൻ്റെ, ഇത് റബ്ബറിൻ്റെ മോൾഡാണ്. ടിന്നിൻ്റെ മോൾഡും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ ഒരു അളവ് പ്രകാരമാണ് നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടുന്ന മൈദയും പഞ്ചസാരയും മറ്റും എടുക്കേണ്ടത്. ഇത് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ കേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അളവ് കൃത്യമായിട്ട് എടുക്കാം. അതിൻ്റെ കൃത്യമായ അളവ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. 1.5 കപ്പോളം മൈദയാണ് നമ്മളെടുത്ത് അരിച്ചെടുക്കുന്നത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 200 ഗ്രാം, പിന്നെ അതിൻ്റെ പകുതി, അപ്പോൾ 300 ഗ്രാമോളം മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുക്കാം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിയിട്ട് നല്ല കട്ടയൊക്കെ മാറ്റി നമുക്ക് നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് മൈദ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതും നന്നായി അരിച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതിൻ്റെ കൂടെ അരിച്ച് തന്നെ ചേർക്കണം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അത് ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റാം. അതിനുശേഷം 125 ഗ്രാം ബട്ടർ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇത് സോൾട്ടി അല്ല കേട്ടോ ഈ ബട്ടർ, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, മെഷർമെൻറ്റ് തെറ്റിപ്പോകരുത്. 125 ഗ്രാം നമുക്ക് ബട്ടർ വേണം. അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മെഷർമെൻറ്റ് സ്കെയിലാണ് വെച്ച് നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് 127 എടുത്ത് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക്, ഇതുപോലെ വലിയൊരു ബൗൾ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറിച്ച് പോകാതിരിക്കണമെങ്കിൽ കുറച്ച് വലിയ ബൗൾ എടുക്കാം. പതുക്കെ ഒന്ന് സ്ലോ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്യാം. സ്ലോ സ്പീഡ് ഒന്ന് ഇങ്ങനെ ശരിയായി വരുമ്പോഴേക്കുമാണ് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ആദ്യമേ തന്നെ സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ബട്ടർ ഇങ്ങനെ തെറിച്ച് പോകും. അതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ പൊടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നേരിയ ഷുഗർ ആണെങ്കിൽ, കുറച്ച് വലിയ കട്ടകളാണെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതിയാവും. അതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. ബീറ്റർ ആകുമ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഇത് ചേർത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
എത്ര നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രയും നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റായിട്ട് പഫി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മുട്ട ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, ഓരോന്നായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഭാഗവും ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഒന്നൊന്നായിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നൊന്നായിട്ടാണ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പാകത്തിന് ബീറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ തെറിച്ച് കയറിയിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് വീണ്ടും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നെ അതിൻ്റെ ആ മിക്സിങ് കറക്റ്റ് ആവാതെ മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്തായി നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല പോലെ സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. വനില എസൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂണാണ് വനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വനില എസൻസ് ചേർത്ത ശേഷം നമുക്ക് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എസൻസ് ഇങ്ങനെ തെറിച്ച്, അത് ലിക്വിഡാണല്ലോ, അപ്പോൾ പുറത്തേക്ക് തെറിച്ച് ഇങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക, അതിനുശേഷം ബീറ്റ് ചെയ്ത് തുടങ്ങാം. നന്നായിട്ട് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല പോലെ സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം കൂടി സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് ഒരുമിച്ചാക്കിയ ശേഷം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് കുറച്ചായിട്ടാണ് നമ്മളിവിടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം. പാല് എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ പാലും സൂക്ഷിച്ച് വെക്കേണ്ടത്. ആദ്യം തന്നെ മൈദ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാലും ഒരു പോർഷൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നല്ല സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് രണ്ടാമത്തെ പോർഷൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ ബീറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ അടുത്ത പോർഷൻ പാല് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ തുടച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് മാറി നിൽക്കും. മറ്റ് അതിൻ്റെ മിക്സെല്ലാം നമുക്ക് പഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മിക്സും ഒരുപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ബാറ്റർ ഒരേപോലെ നമുക്ക് തയ്യാറായി കിട്ടണം. ഇനി അടുത്ത പോർഷൻ പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം വേണം ബീറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യം ഒന്ന് എല്ലാം കൂടി ചേർത്തൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. കണ്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3/4 ആണ് നമ്മൾ പാലെടുത്തിരിക്കുന്നത്, 1/4 കപ്പ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ബാറ്റർ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു അളവ് കണ്ടോ? ഇതിങ്ങനെ ഡിപ്പായിട്ട് ഇങ്ങനെ വീഴുമ്പോൾ ആ ഒരു ബാറ്റർ ഇങ്ങനെ മടങ്ങി മടങ്ങി വന്ന് വീണ് കിടക്കണം. അതാണ് അതിൻ്റെ ഒരു അളവ്. കണ്ടോ? ഇനി നമുക്ക് ഈ റബ്ബറിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിലേക്ക് കപ്പ് കേക്കിൻ്റെ ലൈനർ വെച്ച് കൊടുക്കാം. ലൈനറിലേക്ക് പകുതിയോളം മാത്രമേ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് പഫി ആയിട്ട് വരുമ്പോൾ അധികം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പ് കേക്കിൻ്റെ ലൈനറും കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അത് ഭംഗിയാവില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈനറിൻ്റെ പകുതിയോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തു. ഇനി പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിലേക്ക് ചെറുതായിട്ട് ചെറിയ കുമിളകൾ എയറൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മോൾഡിൽ മുഴുവനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ആക്കി വെച്ചേക്കണം. ഓവണിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ്സ് കേട്ടോ. 10 മിനിറ്റ്സ് മുമ്പായിട്ട് 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ആക്കി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ബാറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് ഇതേ 180 ഡിഗ്രിയിൽ തന്നെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ചോളണം, ടൈം തെറ്റി പോവരുത്. കണ്ടോ, പഫി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക്. ഞാനിപ്പോൾ ഒരു 18 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. 15 to 20 എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് 20 ആവാൻ വേണ്ടി നോക്കി നിൽക്കണ്ട. ഒരു 15 കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഓവണിൽ നിന്ന് നമുക്കിത് കേക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കരിഞ്ഞൊന്നും പോയിട്ടും ഇല്ല. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടോ, ഈ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ് കേക്ക്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഈ ലൈനറൊക്കെ ഒന്ന് അടർത്തി മാറ്റി നമുക്ക് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും. ഇനി നമുക്കൊന്ന് കണ്ടോ, അതിൽ ആവി പറക്കുന്നുണ്ട്. ഒട്ടും അത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല പാകത്തിന് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സ്പോഞ്ചിയാണ്. കുട്ടികൾക്കൊക്കെ ഇനി കേക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട, നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ താങ്ക് യു.